ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 19 വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആരൊക്കെ തമ്മിലാണ് ഇന്ന് ഫൈറ്റ് ഉണ്ടാകാൻ പോകുന്നത്, ക്യാപ്റ്റൻസി ടാസ്ക്, ജയിൽ നോമിനേഷൻ, അങ്ങനെ സംഭവബഹുലമായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സമയം അധികം കളയേണ്ട, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ മോർണിംഗ് സോങ് ആണ് കേട്ടോ. വാളെടുത്ത ലങ്കക്കലി വേലെടുത്ത പാട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൺ ആസ് യൂഷ്വൽ. ആദ്യം തന്നെ രാവിലെ കിച്ചണിലാണല്ലോ എല്ലാ ഫൈറ്റും തുടങ്ങുന്നത്. രാവിലെ തന്നെ കിച്ചണിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ അപ്പാനി നോക്കുമ്പോൾ അവിടെ നിന്നൊരു കാപ്പിപ്പൊടി സൈഡിൽ നിന്ന് വരുന്നത്. ഈ കാപ്പിപ്പൊടി ഇത് എവിടെ നിന്ന് വന്ന് എന്ന് ചോദിക്കുക. അപ്പോൾ നൂറ് പറഞ്ഞു ഇതിവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരത്ത് ആരാ പറഞ്ഞത്, ഇന്ന് ഉച്ചയ്ക്ക് ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞതല്ലേ, ഇന്നലെ ഉച്ചയ്ക്ക് ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഈ കാപ്പിപ്പൊടി ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറയാം. അപ്പോഴേക്ക് ഗിസേൽ വരും കേട്ടോ. ഗിസേൽ വന്നിട്ട് അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾ നെഗ്ലിജൻ്റ് ആണ്, നിങ്ങൾ അതുകൊണ്ടാണ് അത് കാണാതിരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ആര് പറഞ്ഞത് കാപ്പിപ്പൊടി ഇവിടെ ഇല്ല, തീർന്നു എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ശരത്ത് കാപ്പി ഇടാൻ പറഞ്ഞതോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരത്ത് ഞാൻ കാപ്പിയല്ല ചായയാണ് ഇടാൻ പറഞ്ഞത്. ഗിസയിൽ അത് കാണാത്തത് നിങ്ങളുടെ പ്രോബ്ലം, എൻ്റെ പ്രോബ്ലം ഒന്നുമില്ല, അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഗിസയിൽ പറയട്ടെ. അപ്പോൾ അനു പറഞ്ഞു അതെവിടെ നിന്ന് പൊട്ടി മുളച്ച് വന്നു, ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പം ഗിസയിൽ ഒരു വലിയ പാക്കറ്റും ഒരു ചെറിയ പാക്കറ്റും ഉണ്ടായിരുന്നു, വലിയ പാക്കറ്റും നിങ്ങൾ കണ്ടില്ല, ചെറിയ പാക്കറ്റും കണ്ടില്ല. അപ്പോൾ ആര്യം പറഞ്ഞു ഇനി തൊട്ട് കിച്ചൺ ടീം മാത്രം ഇവിടെ കിച്ചണിൽ കുക്ക് ചെയ്താൽ മതി, വേറെ ആരും കയറണ്ട. ഗിസൽ ക്യാപ്റ്റൻ പറഞ്ഞ സ്ഥലത്ത് വേണം കാപ്പിപ്പൊടി വെക്കാൻ, വേറെ എവിടെയും വെക്കാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് ശരത്ത് എന്നോട് പറഞ്ഞു അത് തെറ്റായിപ്പോയി, നീ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയും. അപ്പം അനു ഒരാൾക്ക് മാത്രം എത്ര പ്രാവശ്യം തെറ്റു പറ്റും, ഒരു പ്രാവശ്യം തിരുത്തുന്നു, 2 പ്രാവശ്യം തിരുത്തുന്നു, 3, 4, 5, ഇത് എത്ര പ്രാവശ്യമാണിത്, ഇത് കള്ളി തന്നെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഗിസൽ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാറുണ്ട്, നിങ്ങളൊക്കെ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് മേക്കപ്പൊക്കെ ഇട്ടൊക്കെ വരുമ്പോഴേക്കും ഞാനിവിടെ എല്ലാവർക്കും ചായ കൊടുക്കും എന്ന് പറയാം കേട്ടോ. അത് നിങ്ങളുടെ ക്യാപ്റ്റൻ തന്നെ എൻ്റെ അടുത്ത് ചായ ഉണ്ടാക്കാൻ പറയണത്. അപ്പോൾ പിന്നെ പറയാം ബാക്കി എത്ര ഭരണയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് നോക്കി. അപ്പോൾ ഗിസേൽ പറഞ്ഞു 3 എണ്ണവും കൂടി ഇനിയുണ്ട്. പിന്നെ കണ്ടോ 3 എണ്ണം കൂടെ 3 പാക്കറ്റും കൂടെ ഉണ്ടെന്ന്, അതിന് എവിടെ വെച്ചേക്കണേ. ഗിസേൽ ഫൈൻഡ് ഇറ്റ് ടേക്ക് ഇറ്റ് ആസ് എ ടാസ്ക് എന്നൊക്കെ പറയും. ഇതൊന്നും തമാശയൊന്നുമല്ല എന്നൊക്കെ പറയാം. എല്ലാവർക്കും ദേഷ്യം വന്നിട്ട് രാവിലെ തന്നെ. അപ്പോൾ അനീഷ് പറയാം ഗിസേൽ 3 പാക്കറ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു, അത് തെറ്റാണ്, ഗിസേൽ ചെയ്തത് തെറ്റാണ്, ശരിയായ കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് അക്ബറും അപ്പാനിയും കൂടെയുള്ള സംസാരമാണ്. അക്ബർ പറയാം ടാസ്ക് ബേസിസിലാണെങ്കിൽ ആണ് ഞാൻ രേണു ചേച്ചീനെ അങ്ങനെയൊക്കെ പറഞ്ഞത്, പക്ഷേ ഇവർ ഈ ഒണിയിലിനെ പറ്റി പറയണ്ട, ഇവർ എന്നെ സംസ്കാരശൂന്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോന്നൊക്കെ കേൾക്കണം. ഇപ്പം എന്തൊക്കെ അവൻ വിളിച്ച്, അതും 19 വയസ്സായ കുട്ടീനെ എന്നൊക്കെ പറയട്ടെ. എന്നിട്ട് ഞങ്ങൾ കിച്ചൺ ടീമിലുള്ളപ്പോൾ രേണ എപ്പോഴും വരും, എന്നിട്ട് ഇക്ക ഉപ്പ് തരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ അതൊക്കെ ഒരു കണക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഡീൽ ചെയ്ത് പോകും. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അത് ആ ഡീൽ ചെയ്യേണ്ട രീതിയിൽ അങ്ങ് ഡീൽ ചെയ്താൽ മതി, അതിന് പകരം അതൊരു വലിയ ഇഷ്യൂ ആക്കുകയാണ് എന്നൊക്കെ പറയാം. അതാണെങ്കിൽ അവൻ ഒണിയിൽ പേഴ്സണൽ ഗ്രജ് വെച്ചിട്ടാണ് കൊച്ചിനടുത്ത് സംസാരിക്കുന്നത്. അപ്പൻ്റെ പ്രായം ഉണ്ട് അവന്, എന്തൊരു ടോക്സിക്കാണ് എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് ഷാനവാസ് ഇവിടെ നമ്മുടെ കിച്ചൺ ടീമിൽ ഇരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഉച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഭയങ്കര അനൂരിന്ന് ഭയങ്കര കുക്കിംഗ് ഒക്കെയാണ്, എല്ലാവരും ചുറ്റും കൂടി ഭയങ്കര ബഹളമാണ്. ഷാനവാസ് അതിനിടയ്ക്ക് ഇവിടെ 6 പേരുണ്ട്, ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാളെയും കൂടെ കൊടുത്തു, എന്നിട്ട് ഇവർ ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല, എത്ര നേരമായി നമ്മൾ കാത്തിരിക്കണേ. അപ്പോൾ ശാരിക പറയാം എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ്, ഇത്ര നേരമായിട്ടും ഒന്നും ആയിട്ടില്ല. എന്നിട്ട് പറയാം ഇത് നിൻ്റെ സീരിയലല്ല, ആരും പറയാം ഇത് സീരിയലല്ല, ഇത് കിച്ചണാണ് എന്ന് പറയാം. അപ്പോൾ നൂറ ആദ്യം പറഞ്ഞല്ലേ പരിപ്പ് വേവിച്ചാൽ മതി, അതിൻ്റെ ഇടയ്ക്ക് ഇവന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ഉരുളക്കിഴങ്ങ് അരിയുന്നതിന് മുമ്പേ പറഞ്ഞതാ പരിപ്പ് മതി. ഷാനവാസ 6 പേരില്ലേ കടന്നങ്ങോട്ട് അരിഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ കുറേ നേരം എല്ലാവരും വിശന്നിരിക്കുന്നത്. അപ്പോൾ അനു പറഞ്ഞു എനിക്കും വിശക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കണം, നേരത്തെ കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഷാനവാസ് ബാത്റൂം ടീമിൽ നിന്ന് ഒരാളെ തന്നു, എന്നിട്ടും ഇവിടെ 6 പേരുണ്ട്, എന്നിട്ടും ഫുഡ് സമയത്തിനായില്ല, അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ അല്ലേ എന്ന് പറയാം. അപ്പോൾ അക്ബറും അനുവിനെ മാത്രം ആരും കുറ്റം പറയില്ലേ, അനുവിനെ മാത്രം കുറ്റം പറയരുത് എന്ന് പറയാം. അപ്പം പറയാം അല്ല അനുവിനെ മാത്രമല്ല 6 പേരും ഉത്തരവാദികളാണ്, അനു നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ഷാനവാസ് പറയണേ, എന്നാലും ഇങ്ങനെ സമയം തെറ്റിച്ചുണ്ടാക്കുന്നത് ശരിയല്ലോ. അപ്പോൾ അനു 6 പേരുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം, 6 പേർക്കും കൂടി ഇവിടെ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറ്റുമോ, എത്ര ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കുമോ എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് കുറച്ച് ക്ഷമ വേണം. ഷാനവാസ്
ഷാനവാസ് ഒരു വയസ്സ് ചപ്പാത്തി ഉണ്ടാക്കുക, ഒരു വയസ്സ് കറി ഉണ്ടാക്കുക, അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും നോക്കും, തലച്ചോറില്ലേ നിനക്ക് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നിൻ്റെ ഇഷ്ടത്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നെ അടുത്ത സീനിൽ അപ്പാനി അവനോടത്ത് കരയില്ലേ, നീ കരയില്ലേ, സമാധാനത്തോടെ ഉണ്ടാക്ക്, 3 നേരം ഭക്ഷണം കഴിക്കണമല്ലേ ചേട്ടാ, എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കാറില്ലേ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ അപ്പാനി സാരമില്ല പോട്ടെ, നീ വേഗം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അനുവിനെ. പിന്നെ അതിൻ്റെ ജയിൽ നോമിനേഷൻ വന്നു കേട്ടോ. ജയിൽ നോമിനേഷനിൽ 2 പേരെയാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അനീഷ് വന്നിട്ട് അഭിലാഷിനെയും ഒനീലിനെയും പറഞ്ഞു. അഭിലാഷും ഒനീൽ രണ്ടുപേരും ബാഡ് വേർഡ്സ് യൂസ് ചെയ്തതിൻ്റെ പേരിലാണ് രണ്ടുപേരും പറഞ്ഞത്. പിന്നെ അഭിലാഷ് വന്നിട്ട് ഗിസേലിനെയും ആര്യനെയും പറഞ്ഞു. അവർ രണ്ടുപേരും മറ്റേ ടാസ്ക് ഭംഗിയായിട്ട് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ടാസ്ക് ഉണ്ടല്ലോ, പണിപ്പുര ടാസ്കിൽ രണ്ടുപേരും മുട്ടയടിക്കുന്ന പ്രശ്നം, അതിൽ രണ്ടുപേരും മര്യാദയ്ക്ക് കളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർ നോമിനേറ്റ് ചെയ്തു. പിന്നെ ഒനീൽ അനീഷിനെ ഗിസേലിനെ ചെയ്തത്. അനീഷ് ആണെങ്കിൽ മിണ്ടാതെ ഒരൊറ്റ നിപ്പ് നിന്നിട്ട് പിന്നെ ടാസ്ക് ഫുൾ നിന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് റോങ്ങാണ് കളിച്ചു. പിന്നെ ഗിസേൽ കോഫി പൗഡറിൻ്റെ കേസിൽ സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. ഷാനവാസ്, അനീഷ്, ആര്യൻ. അനീഷ് ടാസ്കിൽ ഉണ്ടായിരുന്നത്, പിന്നെ ആര്യൻ മറ്റേ ശൈത്യയുടെ ടാസ്കിൽ ചിരിച്ചു, അതാണ്. പിന്നെ റെന, ഒനീൽ, അഭിലാഷ് രണ്ടുപേരും ബാഡ് വേർഡ്സ് പറഞ്ഞതിന്. ഗിസേൽ, അഭിലാഷ്, ഒനീൽ അതും ബാഡ് വേർഡ്സ് പറഞ്ഞതിന്. ബിന്നി, ആര്യൻ, ഗിസേൽ ആ ടാസ്ക് പ്രോപ്പറായിട്ട് ചെയ്യാത്തതിന്. പിന്നെ ഗിസേൽ പല പ്രാവശ്യമായിട്ടും വാർണിംഗ് കൊടുത്തിട്ടും സെയിം മിസ്റ്റേക്ക് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അവൾ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും തിരുത്തുന്നില്ല, വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേണു, അഭിലാഷ്, ഒനീൽ രണ്ടുപേരും ബാഡ് വേർഡ്സ് പറഞ്ഞതിന്. ശാരിക, ആര്യൻ, ഒനീൽ. ആര്യൻ ചിരിച്ചതിന് ശാരിക പറയും എങ്ങനെയാണ് ഇങ്ങനൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചിരിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ഒനീൽ ബാഡ് വേർഡ്സിന്. ശൈത്യ, അനീഷ് മിണ്ടാതെ ഇരുന്ന ടാസ്ക് തനിയെ ഏറ്റെടുത്തില്ല, അതിന്. ഗിസേൽ കോഫി സൂക്ഷിച്ച് കഴിച്ചതിന്. ആര്യൻ, അനീഷ്. ഗിസേൽ മറ്റേ കോഫിയുടെ പ്രശ്നത്തിൽ, പിന്നെ അനീഷിനെ മിണ്ടാതിരുന്നതിന്. നവീൻ, ഗിസേൽ, ആര്യൻ അത് രണ്ടുപേരും ടാസ്ക് പ്രോപ്പറായിട്ട് ചെയ്തില്ല. അക്ബർ, ഒനീൽ. ഗിസേൽ കോഫി സൂക്ഷിച്ച് വെച്ചതിന്, ഒനീൽ ബാഡ് വേർഡ്സ് പറഞ്ഞതിന്. ശരത്ത്, ആര്യൻ, അഭിലാഷ്. ആര്യൻ ചിരിച്ചതിന്, പിന്നെ അഭിലാഷ് ബാഡ് വേർഡ്സ് പറഞ്ഞതിന്. അനു, അഭിലാഷ്. ഗിസേൽ കോഫിയുടെ കേസിൽ അഭിലാഷ് ബാഡ് വേർഡ്സ് പറഞ്ഞതിന്. ആദില, നൂറ, ഒനീൽ ബാഡ് വേർഡ്സ് പറഞ്ഞ് ഗിസേൽ സാധനങ്ങൾ ഒളിപ്പിച്ചേക്കുന്നത്. ഇവളുടെ ഒരു ഗെയിമാണോ ഇത്? ഈ ഇങ്ങനെ ഒരു എന്താ പറയുക ഇഷ്യൂസ് ഉണ്ടാക്കൽ ഇവളുടെ ഒരു ഗെയിമാണോ സംശയം ഉണ്ടെന്നൊക്കെ അതിൽ ഇതിൽ തന്നെ നോമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ സരിക, ആര്യൻ, ഗിസേൽ രണ്ടുപേരും ടാസ്ക് പ്രോപ്പറായിട്ട് കളിക്കാതിരുന്നുണ്ട്. പിന്നെ ആര്യനെ പറഞ്ഞത് ഇവൻ കാരണം ഞാനും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം കാണുന്ന പ്രേക്ഷകർ എന്താ വിചാരിക്കുന്നത്, അവൻ്റെ കൂടെ ഞാനും ചിരിച്ചു എന്ന്. അപ്പം സോറി ചേച്ചി എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സെലക്ട് ചെയ്ത് ഒനീലും ഗിസേലാണ് ജയിലിലേക്ക് പോകാൻ വേണ്ടി നോമിനേറ്റ് ചെയ്തത്. ഒനീലിന് കുറച്ച് സന്തോഷമായി, ഗിസേലിലൂടെ പോകാമല്ലോ, ഒരു ആഗ്രഹം സാധിച്ച പോലെ ആയിട്ടോ. പിന്നെ അതിൻ്റെ അടുത്തതിൽ പിന്നെ റെനയും ഒനീലും കൂടെ ഇന്നലത്തെ ബാക്കി അടിയാണ്. അതിൽ റെന പറഞ്ഞു നീ ചേട്ടൻ എൻ്റെ അടുത്ത് സോറി പറഞ്ഞില്ലോ, ചേട്ടൻ സോറി പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയാനൊക്കെയുണ്ട്. അപ്പോൾ അഭിലാഷ് പറഞ്ഞു ആ മണ്ണിക്കറിന് ഉരുളുന്ന ടാസ്കിന് അമ്മയ്ക്ക് വിളിച്ച ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്, അതെനിക്കറിയാമെന്നൊക്കെ പറയാം. ഒനിയിലും ഇത് റെന മറ്റേ ഫ്ലോർ ടീമിനാണ്. നീ തറ തൂക്ക് എന്ന് പറയുന്നത് കേട്ടോ, ആക്കി പറയാണ്. നീ ഇന്നലെ ഡിബേറ്റ് ഉണ്ടായപ്പോൾ ഒന്നും ചെയ്തില്ല, വെറും ഗ്യാസ്, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അതിന് എന്ന് പറഞ്ഞാൽ റെന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഒനിയിൽ അതിന് കഴിവ് വേണം, നീ ചൊറിയുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കാമെന്ന് നീ വിചാരിക്കരുത് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ റെന എന്നോട് സോറി പറഞ്ഞോ എന്നെ വെറുതെ ചാർജ് ചെയ്ത് പറഞ്ഞിട്ട് തലക്കിട്ട് അടിച്ച് പൊട്ടിക്കും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഫോളോവേഴ്സ് കൂട്ടുന്ന ഇത്ര വലിയ കഴിവൊന്നുമല്ല എന്ന് പറയാം. അപ്പം ഗിസേൽ ഒനിൽ സ്റ്റോപ്പ് ഇറ്റ്, യു ആർ ഓൾസോ റോങ് എന്നൊക്കെ പറയാം. ഇഫ് ഷീ കീപ്സ് ഓൺ ടോക്കിങ് ഐ വിൽ ഓൾസോ റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തിരിച്ച് പറയുന്നുണ്ട്.
ഒന്നിട്ട് പറയാം ഈ ആരെയും കൂടെ ചിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിരിക്കണ വലിയ കാര്യമൊന്നുമല്ല എന്നിട്ട് അപ്പോൾ ഈ ഇതിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കാറ് തന്നെ. ആ സമയത്ത് ഷാനവാസ് ഉണ്ട്, മോളെ 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 നിർത്ത്, ഒരു പരിധിയില്ലേ എല്ലാത്തിനും, ഇത് ഗെയിം കളിക്കണൊക്കെ ഓക്കെ, പക്ഷേ ഒരു പരിധിയില്ല. ആ ചേട്ടൻ എൻ്റെ തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാം. ഓക്കെ കണ്ടിന്യൂ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പോയി. എൻ്റെ റേന എൻ്റെ തല അടിച്ച് പൊട്ടിക്കുന്നതല്ലേ, ചെയ്ത് കാണിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക എന്ന് പറയാം. പിന്നെ എനിക്ക് ഒരു ധൈര്യക്കുറവുമില്ല, എന്താണ് എനിക്ക് ആണത്തുണ്ട്, നിൻ്റെ ബോയ് ഫ്രണ്ടിനേക്കാളും ആണത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെന്നെ കൊണ്ട് സംസാരിച്ച് നിർത്താം. അതിനിടയ്ക്ക് നമ്മുടെ ആര്യം ചെന്നിട്ട് അപ്പാനെ കിച്ചണിലേക്ക് അപ്പനടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറയണ്ട, അഭിലാഷ് വിളിച്ചു എന്ന് പറയണ്ടെന്ന് പറയാം. ആര് ഞാനപ്പോൾ വിളിച്ചു ചോദിക്കാം. അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും അഭിലാഷ് എപ്പോഴാണ് ഞാൻ അമ്മയ്ക്ക് വിളിച്ചത്, നീ അമ്മയ്ക്ക് വിളിച്ചത് എനിക്കറിയാം, മറ്റേ മണ്ണിൻ്റെ ആ ടാസ്കിൽ ഞാനെപ്പോൾ എന്ന് പറയാം. പറയാം നിനക്ക് ഓർമ്മയില്ലേ, നീ ഇവിടുത്തെ ക്യാമറയിൽ നോക്ക്, ആ ക്യാമറയിൽ നോക്കാം, ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല, എനിക്ക് നല്ലോണം അറിയാം, ക്യാമറയിൽ നോക്കാൻ ഞാനും റെഡിയാണെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് അപ്പാന് ആര്യനടുത്ത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവൻ ഈ അഭിലാഷ് ആരാണ് ഇത്ര വലിയ സൗണ്ടിലൊക്കെ സംസാരിക്കുക, അവൻ്റെ വിചാരം അവൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചത്. വെറുതെ ഇതിന് ഒരു ഇഷ്യൂ ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മണ്ണിൻ്റെ ടാസ്കില്ലേ അതിൻ്റെ ഇടയിൽ ശാരിക ചേച്ചീനെ ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, പിന്നെ മറ്റേ ഗിസലിൻ്റെ കാലും എൻ്റെ ദേഹത്ത് കൊള്ളുന്നു, അപ്പം ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ നിന്നു. അത് നമ്മൾ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം നമ്മളൊരു സ്റ്റോറി പറയുമ്പോൾ കയ്യിൽ നിന്നും കുറച്ചിട്ടിട്ടൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ച് ഓവറാക്കി പറഞ്ഞതാണ്. ആ ചവിട്ടുന്ന ദേഷ്യത്തിൽ തള്ളയെന്ന് പറഞ്ഞു പോയി ഞാൻ. എൻ്റെ അളിയ ആ സീന് ശരിക്കും ഉണ്ടായിട്ടില്ല, ഞാനത് വെറുതെ ജസ്റ്റ് ഉണ്ടാക്കി പറഞ്ഞതാണ്. നമ്മൾ കഥ പറയുമ്പോൾ കുറച്ച് കൂട്ടി പറയല്ലോ, അതിനാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ട് നടക്കണേന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അപ്പാനി അയാളുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ടാണ്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി സെലക്ട് ആയിരിക്കുന്നത് ശരത്ത്, ബിന്നി, 13 പോയിൻറ്റ്സോടുകൂടി ശൈത്യ സെലക്ട് ആയിരുന്നിട്ടപ്പോൾ എല്ലാവരും കൈയടിക്കണമായിരുന്നു. ശൈത്യമൊക്കെ ലാസ്റ്റ് പോകാൻ വേണ്ടി നിന്നിരുന്ന, അവസാനം ഔട്ടാൻ വേണ്ടി നിന്നിരുന്ന ആളാണ്. എങ്ങനെയാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നതെന്നറിയില്ല, പക്ഷേ എല്ലാവരും ഇപ്രാവശ്യം ശൈത്യനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒനിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുന്ന പോലെയാണ് ഇവിടെ നടക്കുന്നത്. ആര് ജയിലിൽ പോകണം, ആര് ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ പറയും. നമ്മുടെ നവീൻ താഴെ കിടക്കുന്നുണ്ട്, നവീൻ്റെ അടുത്തായിട്ടാണ് അവിടെ ഷാനവാസ് ഉണ്ട്, ഒണിയിലുണ്ട്, പിന്നെ നവീനുണ്ട്, അഭിലാഷുണ്ട്, ഇവരെല്ലാവരും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര് വേണം ജയിലിൽ പോകാൻ, ആര് വേണം ക്യാപ്റ്റൻ ആവാൻ എന്നൊക്കെ ഉള്ളത് ഓരോ ടീം തന്നെയാണ് അങ്ങോട്ട് തീരുമാനിക്കുന്നത്. ഒരു കഴിവില്ലാത്ത മരപ്പാവകളെ പോലെയുള്ള ആ അപ്പാനീനെയൊക്കെ 6 വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാം. ബി ടീമിൽ പെട്ട ഇവൻ നവീനെ പറയണം, മറ്റേ ഫുഡിൻ്റെ ടാസ്കിൽ, ഡിബേറ്റിൻ്റെ ടാസ്കിൽ, പിന്നെ ഫ്ലാഗിൻ്റെ ടാസ്കിലൊക്കെ ജയിച്ചു, വൈ നോട്ട് യു എന്നൊക്കെ പറയാം നവീൻ്റെ അടുത്ത്. അപ്പാനി എന്ത് ചെയ്തിട്ടാണ് അവനെ ജയിപ്പിച്ചു വിട്ടത്, ഞാനാണെങ്കിലും ഡിബേറ്റിലും ഫുഡിലും എല്ലാത്തിലും ഞാൻ ജയിച്ചു, എന്നിട്ട് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൽ മാത്രമാണ് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. അവരൊക്കെ ഒരു ടീമാണ്, ഒരു ഊള ടീം. മറ്റേ അക്ബർ, ആദില, നൂറ, എന്തായാലും അവരുടെ നല്ല നമ്മൾ പ്രീതി പിടിച്ചു പറ്റുന്നത്, നമ്മൾ നാട്ടുകാരുടെ പ്രീതിയല്ലേ പിടിച്ചു പറ്റുന്നത്, അവരുടെ എന്താ പറയുക അക്സെപ്റ്റൻസ് അല്ലേ നമുക്ക് വേണ്ടത് എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് അടുത്തത് സ്പോൺസർ ടാസ്ക്കാണ്, ഹെൽത്തി ഗ്രോസർ കാര്യത്തിൻ്റെ സ്പോൺസർ ടാസ്ക്കാണ്. അതിൻ്റെ അകത്ത് 7 ടീമായിട്ട് തിരിക്കുക, രണ്ടുപേർ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യും. പഴയ ടീം തന്നെ, ടീം എ, ടീം ബി. അതിൽ ടീം ബി ആണ് ജയിക്കുന്നത്, അനു നവീൻ്റെ ഒക്കെ ടീമാണ് ജയിക്കുന്നത്. പിന്നെ അതിൻ്റെ അനു പറയാം, നമ്മുടെ ഷാനവാസും ശരികൊക്കെ നിൽക്കുമ്പം അനു പറയാം, ഇവിടെ പുതിയൊരു ടീം വന്നിട്ടുണ്ട്, ഷാനവാസ്, ഒണീൽ, അബി, നവീൻ. അപ്പോൾ ഷാനവാസ് അത് നമ്മൾ ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. അപ്പോൾ അനു പറയും, ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടി തന്നെ വേറൊരു ഗ്രൂപ്പ് എന്നെ കണ്ടുപിടിക്കും, ഞാൻ ഒറ്റയ്ക്കല്ലേ ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടി നടക്കണേന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഈ ഇവരെല്ലാം ആര്യൻ എന്തെങ്കിലും കാര്യത്തിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഗിസേലിനെ സെലക്ട് ചെയ്യുള്ളൂ, ഗിസേലിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആര്യനെ സെലക്ട് ചെയ്യുക. പിന്നെ രണയാണെങ്കിൽ ആര്യനെയും ഗിസേലിനെ സെലക്ട് ചെയ്യുള്ളൂ. പിന്നെ അക്ബറും അതിനകത്ത് പെട്ടത്. അങ്ങനെ അവരെല്ലാം കൂടെ ഒരു ടീമാണ്. എന്നിട്ട് സരിക ചേച്ചിയും ആ ഗ്രൂപ്പിലൊക്കെ കുറച്ചൊക്കെ പെട്ടതാണ്. ഞാനങ്ങനെ ഗ്രൂപ്പിൽ പെട്ട ആളൊന്നുമല്ല, ഞാൻ എന്നിട്ടാണോ നിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞത്, അത് ചേച്ചിയുടെ കളി എന്ന് പറയാം. എന്നിട്ട് അനു പറയാം, ഞാൻ നോക്കാറുണ്ട് ഇവിടെ ആരൊക്കെ, ഒരാൾക്ക് പ്രശ്നം വന്നാൽ ആരൊക്കെ കൂടിയാണ് ഗ്രൂപ്പായിട്ട് ചേരുന്നത്, അയാൾക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കുന്നത്, അയാൾക്കെതിരെ ആരൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉള്ളത് ഞാൻ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ അതിനുശേഷം പണിപ്പുര ടാസ്ക് വരികയാണ്. 10 സെക്കൻഡ് ഉള്ളൂ കേട്ടോ. 10 സെക്കൻഡിനുള്ളിൽ 5 പേർക്കാണ് ഈ പണിപ്പുരയുടെ അകത്ത് കയറാൻ പറ്റുന്നത്. 2050 പോയിൻറ്റ്സിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റും. 10 സെക്കൻഡ് വെച്ചാൽ ഒന്നുമില്ല, അതിനകത്ത് ജസ്റ്റ് കയറുമ്പോഴേക്കും ആയി 10 സെക്കൻഡ്. എൻ്റെ ദൈവമേ, അതുങ്ങൾ
ഓടിയിട്ട് ആ ടേബിൾ എത്തണ്ടേ, അപ്പോഴേക്കും ആയി 10 സെക്കൻഡ്, 1 2 3 അങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് എണ്ണി പോവുക. ആക്ച്വലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാലും ബിഗ് ബോസ് ആ പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒണിയിലാണെങ്കിൽ അവിടെ വീഴുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് ഒണിയിൽ പതുക്കെ പുറത്തേക്ക് വന്നത്. ഭയങ്കര 10 സെക്കൻഡ് എന്ന് വെച്ചാൽ തീരെ കുറവ്. എന്നിട്ട് ഇവർ 2045 പോയിന്റ്സിൻ്റെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സീനിൽ എല്ലാവരും കൂടി ഡിസ്കഷൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അനീഷ് പറയുന്നുണ്ട്, ഈ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് അല്ല. ഒരാൾ മാറാൻ തയ്യാറായാൽ മറ്റേ മാറാൻ തയ്യാറാവണം. അല്ലെങ്കിൽ പിന്നെ അതൊരു ഒരാളെങ്കിലും മാറണം, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻ്റ് ആവും എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അക്ബർ പറയാം, ഈ കള്ളു കുടിച്ച് വെളിവില്ലാണ്ട് വന്നിട്ട് ഭാര്യനെ അടിക്കുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവരോ അത് ആരുടെ ഭാഗത്താണ് അപ്പോൾ മിസ്റ്റേക്ക് ഉള്ളത്? അപ്പം അനീഷ് ആ കേസിൽ ഒരാൾ മദ്യപിച്ച് വന്ന് തല്ലുമ്പോൾ ആ സ്ത്രീ അത് അംഗീകരിക്കാൻ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൂടെ ചാടിയിട്ടിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പാനി അക്ബർ എണീച്ച് പോട കോപ്പയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. മറ്റേ സരിക ഫ്രണ്ടിൽ നിന്ന് സരിക ശരിക്കും പേടിച്ചു പോയിട്ടാ. പിന്നെ അത് അംഗീകരിച്ച് പോകേണ്ട കാര്യമല്ല അത്. അനീഷ് അതുകൊണ്ടാണ് പറഞ്ഞാൽ രണ്ടുപേർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്ത്രീ തുറന്നു പറയാത്തത് അവരുടെ ചങ്കൂറ്റക്കുറവ് കൊണ്ടല്ലേ എന്നൊക്കെ പറയാം. അപ്പം അതിലാ പറയാം, ഇയാളുടെ വൈഫിൻ്റെ സമ്മതം ഇല്ലാണ്ടാണ് ഇയാൾ ഡൈവേഴ്സ് ആയത്. പിന്നെ ഒരടിയൊന്നും അല്ലല്ലോ, പിന്നെയും അടിക്കുന്നതുകൊണ്ടല്ലേ ഡൈവേഴ്സിന് പോണത്. അതിൽ ടോക്സിക് ആണെന്ന് അവർക്ക് അറിയില്ലേ. അപ്പോൾ അക്ബർ ശാരിക അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഇത് ചില എക്സെപ്ഷണൽ കേസൊക്കെ ഉണ്ട്. അപ്പോൾ അക്ബർ എക്സെപ്ഷണൽ കേസൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, പക്ഷേ കേരളത്തിൽ നീതി കിട്ടാത്ത എത്രയോ ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട്. അവരെ ഒക്കെയാണ് ഇയാൾ പറയണത്. എല്ലാ ഡൈവേഴ്സിനും അവരുടേതായ ഭാഗത്തും തെറ്റുണ്ടാവും. ടോക്സിസിറ്റിനെ നോർമലൈസ് ചെയ്യാൻ ഇയാൾ കേരളത്തിൽ ടോക്സിസിറ്റി അനുഭവിച്ച് ജീവിതത്തിൽ ഡൈവേഴ്സ് വാങ്ങിച്ച എത്രയോ സ്ത്രീകളുണ്ട്. അവരെയാണ് ഇയാൾ അപമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ എന്നിട്ട് പറയാം, ശാരിക പേടിച്ചു എന്നൊക്കെ അക്ബർ പറയും. ശാരിക ഞാൻ പേടിച്ചിട്ടുണ്ട്, എന്ത് ഞാൻ പേടിക്കുന്നത്, താനെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഇത് വെച്ചിട്ട് വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല, തൻ്റെ കണ്ടന്റ് തൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. എന്നിട്ട് പറയാം, മറ്റുള്ള ലൈഫ് വെച്ചിട്ട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട, പോയി വേറെ പണി നോക്കണോ, പാട്ടും പാടി തമാശയും പറഞ്ഞ് ഇങ്ങനെ നടക്കാം, ഞാനതിൽ നിൽക്കില്ല. അപ്പോൾ ഓ എന്നൊക്കെ അങ്ങോട്ട് പറയട്ടെ. ഇത് കഴിഞ്ഞോ അപ്പോൾ ഇല്ല കഴിഞ്ഞില്ല, എന്തേ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനേ. പിന്നെ എന്നിട്ട് അക്ബർ പറയാം, സ്ത്രീകളെ അപമാനിച്ചോ, നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ശരി, സ്ത്രീകളെ അപമാനിക്കുന്നത് പറയണ ആരാണ്? താൻ എന്തൊക്കെ പറയുന്നുണ്ട് സ്ത്രീകളെ പറ്റി, എന്നെ കൊണ്ടൊന്നും അധികം പറയിപ്പിക്കണ്ട, തൻ്റെ പാട്ട് എൻ്റെ അടുത്ത് വേണ്ട, അപ്പോൾ പോടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. കേരളത്തിലെ സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്ന തരത്തിലാണ് ഇവരുടെ സംസാരം. അപ്പം ശാരിക പറയാം, താനെടുത്ത് സംസാരിക്കണ്ടോ, താൻ തരത്തിൽ പോയി സംസാരിക്കണമെന്ന് പറയാം. ഏത് തരത്തിൽ? ഇവിടെ ഇത് ബിഗ് ബോസ് ഹൗസാണ്, ഒരു തരവും നോക്കണ്ട, ഇവിടെ 18 പേരുണ്ട്, 18 പേരുടെ ഞാൻ സംസാരിക്കും, അങ്ങനെ തരം നോക്കിയിട്ട് നല്ല സംസാരിക്കണമെന്നൊക്കെ പറയാം. അപ്പം അതിൽ എല്ലാവർക്കും അവരുടേതായ സ്റ്റോറി ഉണ്ട്. എന്നിട്ട് അനീഷത്തേക്ക് എന്തൊന്നും മിണ്ടാത്ത നാക്കുളിക്കുക, ഒരിക്കലും അത് ഒരാളുടെ മാത്രം കുറ്റമാവില്ല, കത്തി വന്നതായിരുന്നല്ല, അമങ്ങിപ്പോയാ, എന്നിട്ട് സംസാരിക്കുമ്പോൾ നോക്കി സംസാരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, അത് മിണ്ടാൻ പോലും പറ്റില്ല, വായടച്ച് അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോഴേക്കും മറ്റേ അക്ബർ പറയാം, ഒരു വിഷം തുപ്പുന്ന ഒരാൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു വിഷം എന്ന് മറ്റേ ശാരികനെ പറയാം. അതായത് ശാരിക പറഞ്ഞ്, അല്ല ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരു ലേഡി ഉണ്ട്, അവരുടെ ഭർത്താവ് വെള്ളം ഒടിച്ച് വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, അത് കഴിഞ്ഞിട്ട് ഈ വെള്ളമടിയുടെ അതൊക്കെ മാറിക്കഴിയുമ്പോൾ അയാൾക്ക് ഭയങ്കര സ്നേഹമാണ്, അവർക്ക് പക്ഷേ അതിന് ഡൈവേഴ്സിൽ പോകാൻ താല്പര്യം, അയാൾ സ്നേഹമുള്ളതാണ്, അയാൾക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും കൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ടോക്സിക് ആണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. പനീഷ് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്നോ എന്താണ് അതിൽ സന്ദേശമെന്നോ ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ നല്ല വശമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ല. അപ്പോൾ ശാരിക അതുകൊണ്ടാണ് 10 പേര് നിങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടും നിങ്ങൾ അകത്ത് തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ പറയാം, എല്ലാവരും കൈയടിക്കട്ടെ. പാട്ട് പാടാനും തമാശ പറയാനും അത് കേട്ട് ചിരിക്കാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടാവും, ഞാൻ ആ കൂട്ടത്തിലൊന്നും പെടില്ല എന്ന് ശാരിക പറയാം. അപ്പോൾ അക്ബർ പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ പാടും, തമാശ കേട്ടാൽ ചിരിക്കും, അതിനെന്താ. അപ്പോൾ എന്നിട്ട് അനീഷ് പറയാം, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ സത്യമാണെന്നാണ് നിങ്ങളുടെ വിചാരം,
അല്ല, ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്നിട്ട് അപ്പാനി പറയാം, എല്ലാ സോഷ്യൽ മീഡിയക്കാരും മോശമാണെന്നാണ് താൻ പറയണത് എന്ന് ചോദിക്കുക അനീഷിൻ്റെ അടുത്ത്. അപ്പോൾ അക്ബർ സോഷ്യൽ മീഡിയ കൊണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയണത്. ഇപ്പോൾ ചൈനയിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ചൈനയിൽ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെയല്ലേ അറിയണത് എന്ന് പറയാം. അപ്പം ഷാരിക അക്ബറിൻ്റെ അച്ഛൻ്റെ അമ്മേനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ സൈബർ ബുള്ളിങ് അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞാനും രേണുവൊക്കെ അതൊക്കെ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറയാം. അപ്പം മറ്റേ റനു പറയാം, ചേച്ചിയുടെ ഹോട്ട് സീറ്റിൽ പിന്നെ വേറെ എന്താണ്, അതും കണക്ക് തന്നെയാണ്, അതും കെട്ടതാണെന്ന് പറയട്ടെ. അപ്പം അതിൽ പറയാം, ഇവിടെ മറ്റേ ശാരിക പോയി കഴിയുമ്പം അതില പറയാം, ഓരോരുത്തരുടെ മുഖം മൂടിയൊക്കെ പതുക്കെ പതുക്കെ അഴിഞ്ഞു കിടക്കുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് പതുക്കെ പതുക്കെ അഴിയുണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ശാരിക അങ്ങോട്ട് കൊണ്ട് നടക്കണം, വെള്ളം ഒക്കെ കുടിച്ചോണ്ട് നടക്കുക. അപ്പം മറ്റേ അക്ബർ ഭയങ്കര പാട്ട്, ഓന്തിനെ പോലെ നിറം മാറും വിഷം ചീറ്റും പാമ്പാണെന്നൊക്കെ പറഞ്ഞ് ശാരികനെ പറ്റി ഒപ്പനപ്പാട്ടിൻ്റെ ചൂണ്ടിലൊക്കെ ഇരുന്ന് പാടട്ടെ. എന്നിട്ട് ഗിസേൽ ഒണിലിനെയും കൂടെ ജയിലിൽ കൊണ്ടുപോകണം അടുത്ത സീനിൽ, ആര്യനാണ് കൊണ്ടുപോകുന്നത്. അപ്പം അനു ഇന്ന് ആര്യൻ എങ്ങനെ ഉറങ്ങാവോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒണിയിൽ അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട ദിവസം എത്തി എന്നൊക്കെ പറയാം. അപ്പം എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ക്ലാപ്പ് അടിക്കുക. അപ്പം ഈ കലവറ ഒരു മണിയറ ആക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കോമഡിയൊക്കെ പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ടാസ്ക് വന്നു, ജയിലിലുള്ളവരുടെ ശിക്ഷയായിട്ടുള്ളത് മനുഷ്യ ക്ലോക്ക്. ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്ലോക്കല്ല സമയം പറയാൻ പോണത്. അപ്പോൾ ഇവർക്ക് 2 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കിൽ ഓരോ സെക്കൻഡ് സൂചി അനുസരിച്ച് അവരിങ്ങനെ തട്ടണം. അതായത് ഈ ജയിലെന്ന് പറയുന്നത് ഒരു ക്ലോക്കും ഇവരതിനകത്ത് 2 സൂചികളുമായിട്ട്, എന്നിട്ട് ഇതിനകത്ത് തട്ടി 60 സെക്കൻഡ് ആകുമ്പം 1 മിനിറ്റ് ആവില്ല. അപ്പോൾ മറ്റേ തട്ടാത്ത ആൾ നിന്നിട്ട് കൈയടിക്കണം. എന്നിട്ട് അങ്ങനെ 1 മണിക്കൂറാകുമ്പം 1 2 അങ്ങനെ കൗണ്ട് ചെയ്യണം. അങ്ങനെ എത്ര മണിക്കൂർ എന്നുള്ളത് ഇവർ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണത് വരെ പറയണം. ലാസ്റ്റ് ഇതെല്ലാം കഴിയുമ്പം ഈ ബിഗ് ബോസ് ചോദിക്കും ഇപ്പം എത്ര മണിയാണെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ടൈം പറയണം. അതിൻ്റെ ഒരു 3 മിനിറ്റ് പുറകിലേക്കോ മുമ്പിലേക്കോ വരാൻ കുഴപ്പമില്ല, എന്നാലും ഏകദേശം ആ ടൈം ഇവർ പറഞ്ഞിരിക്കണം, എന്നാലേ ഇവർ ജയിലിൽ നിന്ന് മോചിപ്പിക്കുള്ളൂ എന്ന് പറയാം. പിന്നെ ശാരിക, നവീൻ, അനീഷ്, ഷാനവാസ് എല്ലാം കൂടെ ടേബിളിൽ ചുറ്റിലിരുന്ന് വർത്തമാനം പറയട്ടോ. ശാരിക എൻ്റെ ഫാൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ ജസ്റ്റ് ഇങ്ങനെ ലൂസ് ഒക്കെ പോലെ പറയണം. അപ്പോൾ നവീൻ ശാരികയുടെ ഫാൻസ് തക്കാളി എറിഞ്ഞുണ്ടായ ഫാൻസ് അല്ലേ എന്നൊക്കെ പറയുക. അതുകൊണ്ട് അനീഷ് സംസാരിക്കുന്ന പോലെ നമ്മുടെ നവീൻ മോക്ക് ചെയ്തിട്ട് സംസാരിക്കുക. തീർച്ചയായിട്ടും ശാരിക, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. ഇത്രമേൽ പ്രേക്ഷകരെ നശിപ്പിച്ചത് നാരായണക്കള്ളാക്കിയത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ടോണില്ല. അത് കേട്ട് അനീഷ് ഭയങ്കര ആദ്യമായിട്ട് അനീഷോട് ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ശാരിക ആ ക്രെഡിറ്റ് എനിക്കാണ്, അനീഷിനെ കൊണ്ട് ചിരിപ്പിച്ചല്ലോ എന്നൊക്കെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നവീൻ പിന്നെയും വന്നിട്ട് എന്താടാ മരമാക്രി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയാം. അങ്ങനെ ചുമ്മാ താമസിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കഴിഞ്ഞാൽ അക്ബറും മറ്റേ ബിന്നിയും അപ്പാനെയൊക്കെ കൊണ്ട് സംസാരിക്കുമ്പോൾ അവരെ പുറത്തുനിന്ന് ഡബ് ചെയ്യണം. വെറുതെ തമാശയ്ക്ക് അവർ തമ്മിലുള്ള സംസാരം കണ്ടിട്ട് ഇത് കാണുമ്പോൾ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ ഞങ്ങൾക്ക് ഓർമ്മ വന്നു. മറ്റേ യാത്ര വിവരണമൊക്കെ പറയില്ല, ആ ഒരു ടോണിലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കാൻ കേട്ടോ. ഇതിനകത്ത് കിസയിലും ഓണിയിലും കൂടെ പറയാം, ഇതിനു വേണ്ടി ഇനി ഞങ്ങൾ തെറ്റൊന്നും ചെയ്യില്ല ബിഗ് ബോസ്, പ്ലീസ് ബിഗ് ബോസിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറയാം. അപ്പോൾ അഭിലാഷ് ചെന്നിട്ട് ക്യാമറ ചെന്ന് റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് ബിഗ് ബോസ്, ഇതിപ്പോൾ കുറേ മണിക്കൂറായി, 6 മണിക്കൂറായിട്ടായി, 5 മണിക്കൂറാണ് പറയണ്ട, 5 മണിക്കൂറായി, ഒന്ന് ഈ ടാസ്ക് നിർത്തുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോടെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ. പിന്നെ BB+ ആണ്. BB+ൽ മോർണിംഗ് ടാസ്ക് വന്നിട്ടെങ്കിൽ പാട്ട് ഉത്തരം എന്നാണ് മോർണിംഗ് ടാസ്കിൻ്റെ പേര്. നവീനെയാണ് സെലക്ട് ചെയ്യുന്നത്, പ്രേക്ഷകരെല്ലാവരും സെലക്ട് ചെയ്തത് നവീനെയാണ്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് പാട്ടായിട്ട് ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശൈത്യ വന്നിട്ട് പറയുന്നത് ഗിസേൽ കോഫി പൗഡർ മോഷ്ടിച്ചു, അതിനെപ്പറ്റി ഒരു പാട്ട് പാടാൻ. അവൾ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അനു മോഷണം നല്ല ശീലമാണ് ആണോ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം മുകളിലൊരാളില്ലേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിന്നി ഇവിടെ ഉള്ള അഹങ്കാരിയായിട്ടുള്ള ആൾ, ഞാനാണ് ക്യൂട്ട്നെസ് വാരി വിതറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ CID ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനുവിനെ കളിയാക്കിയിട്ട് പാടേട്ടാ. പിന്നെ ആദില നൂറ, അനു രേണു ഇവർ തമ്മിലുള്ള ടോക്കൺ ആയില്ല, അതിനെപ്പറ്റി കിരിക്കിരിക്കി ഉത്തരത്തിൽ ചത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊല്ലണ പോലെയൊക്കെ ഒന്ന് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസ് ബിഗ് ബോസ് തരുന്ന 7ൻ്റെ പണി,
പാവങ്ങളല്ലേ ഞങ്ങൾ, ബിഗ് ബോസ് പാവങ്ങളല്ലേ ഞങ്ങൾ, എന്തെങ്കിലും ഭക്ഷണം തന്നിട്ട് ടാസ്ക് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാടാണ്. പിന്നെ ഗിസേൽ വീട്ടിൽ ആരെ കൊണ്ടാണ് നീ മടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി പാട്ട് പാടും. പിന്നെ ഞാനൊരു പൂച്ചയല്ലേ പക്ഷേ ഞാൻ CID ആണേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് അനുമോളെ കളിയാക്കിയിട്ട് പാടുന്നുണ്ട്. പിന്നെ അക്ബർ ശാരികനെ പറ്റിയ പാട്ട് പാടുന്നു പറഞ്ഞു. അപ്പം തക്കാളി തങ്കമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് പാടുന്നുണ്ടേ. അതുകൊണ്ട് നവീനും ഇപ്പം അവരൊരു ഗ്രൂപ്പ് പോലെ ആയിട്ടാണ്, നവീനും അഭിലാഷും ഷാനവാസ് ഒനിയിലും അവർ നല്ലൊരു ഗ്രൂപ്പ് പോലെ, പക്ഷെ ഗ്രൂപ്പ് തന്നെ. അപ്പോൾ അനു ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ നവീൻ പറയാം. വയറ് നിറച്ച് കൊടുത്ത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ സംസാരിക്കാം. അക്ബറൊക്കെ ഒരു ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞു, ഇവർ ഗ്രൂപ്പിൽ നിന്നിട്ടാണ് പറഞ്ഞത് അക്ബറൊക്കെ ഒരു ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ എല്ലാവരും കൂടെ അനു പറഞ്ഞത് രേണു ശൈത്യ, പിന്നെ ആര്യ പറഞ്ഞത് ശൈത്യ അപ്പാനി, ഗിസേൽ ശൈത്യ അപ്പാനി, കുറേ പേര് ശൈത്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പെട്ടെന്ന് കയറിപ്പോയെന്നറിയില്ല. എല്ലാവരും പറഞ്ഞത് ശൈത്യ കഴിഞ്ഞ ടാസ്കിലെ ലീഡറായിരുന്നു, ബാത്റൂം ക്ലീനിങ് ആണെന്ന് തോന്നുന്നു, അവിടെ ലീഡറായിരുന്നു. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല എല്ലാം നല്ല നീറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട്. നവീൻ, അക്ബർ, ശൈത്യ, ശാരിക, ബിന്നി, ശരത്, ബിന്നി, രേണ, അക്ബർ, ശൈത്യ അപ്പാനി, ആദില, നൂറ, രേണു ശൈത്യ, റേണ, ശൈത്യ അപ്പാനി, ശാരിക, ശൈത്യ, ബിന്നി, ശരത്, ശാരിക, ബിന്നി, ആദില, നൂറ, ശൈത്യ, രേണു, ശൈത്യ, ശാരിക, ഷാനവാസ്, ശൈത്യ, ബിന്നി, ഒനിൽ, ശൈത്യ, ബിന്നി, അഭിലാഷ്, ബിന്നി, നവീൻ, അനീഷ്, ശൈത്യ, അക്ബർ. അങ്ങനെയാണ് ഓരോരുത്തരും പറഞ്ഞത്, നോമിനേഷനിൽ പറഞ്ഞത്. പിന്നെ ഇനി ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്. അത് മിക്കവാറും ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നുണ്ട്, കാരണം വീക്കെൻഡ് എപ്പിസോഡാണല്ലോ ഇനി നാളെ മറ്റന്നാളെ ഉള്ളത്. പിന്നെ കഴിഞ്ഞിട്ട് അഭിലാഷ്, ഷാനവാസ്, ഒനിൽ അവർ മുതൽ കൊണ്ട് സംസാരിക്കും. അപ്പു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് അപ്പാനി ശരത്ത്. അഭിലാഷ് അപ്പു എന്നെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ, ഞാൻ തെറി പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ്. അവൻ പക്ഷേ ഗിസയിൽ ചവിട്ടാൻ പോയപ്പോഴേക്കും അമ്മേനെ പറഞ്ഞിട്ട് ചീത്ത വിളിച്ചിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് നോമിനേറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ചീത്ത വിളിച്ചു എന്നുണ്ട്, ആര് ഈ ചീത്ത വിളിച്ചവൻ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഷാനവാസ് ഇത് സൂക്ഷിക്കണം, ഒരു പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അത് വെച്ചിട്ട് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കും എന്നൊക്കെ പറയട്ടെ. പിന്നെ ബിനി, ഒനിൽ ചേട്ടൻ വീണതുകൊണ്ടാണ് കുറേ സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. നേരത്തെ പോലെ നമുക്ക് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പണിപ്പുരിയുന്ന സാധനങ്ങൾ എടുക്കുന്നതിനെ പറ്റി പറയാം. സാധനങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് മാത്രം എടുത്തിട്ട് ഓടാനേ പറ്റുള്ളൂ, തീരെ സമയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അക്ബർ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ നിങ്ങൾ എടുക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നല്ലോ, അപ്പോൾ ഇവർക്ക് ചൂസ് ചെയ്യാമല്ലോ, ഏതാ വേണ്ടതെന്നുള്ള ചൂസ് ചെയ്യാമല്ലോ. അതിനൊന്നും സമയം കിട്ടില്ല, ഒന്നിലേട്ടൻ വീഴുകയും ചെയ്തു, എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഗസയിൽ മറ്റേ ജയിലിൽ പോണതിന് മുമ്പ് നമ്മുടെ ആര്യൻ്റെ അടുത്ത് പറയാം, നീ ഇങ്ങനെ ഇരുന്നാൽ പോലെ, നീ ക്യാപ്റ്റനല്ലേ, എനിക്ക് രാത്രി ബാത്റൂമിൽ പോകണമെങ്കിൽ നീ വന്ന് തുറന്നു തരും. ഞാനാ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഷാനവാസ് അത് ക്യാപ്റ്റനും കൂടെ ഉള്ള പണിയാണത്, അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ അല്ലേ ചെയ്തത്. അത് തന്നെയല്ല ഞങ്ങൾ ടാസ്ക് കഴിയുന്നവരെ ക്യാപ്റ്റൻ വെയിറ്റ് ചെയ്യണം. എന്തിനും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, എന്തിനും ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഷാനവാസ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു, ഞങ്ങൾ മറ്റേ ഭരണിയിലേക്ക് നാരങ്ങയൊക്കെ ഇട്ടുന്നതിനകത്ത് ഞങ്ങൾ ഫുൾ ആ ടാസ്ക് കഴിയാൻ വേണ്ടി വെയിറ്റ് ഇരിക്കുകയായിരുന്നു. ആര്യം പറഞ്ഞു ചിലപ്പോൾ എളുപ്പമുള്ള ടാസ്ക് ആയിരിക്കും, ചിലപ്പോൾ നേരത്തെ കഴിയുമായിരിക്കും, എന്നാലും അതും പോരാ, ഇവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ നീ എണീക്കണം. എന്നാലും ഞാനൊരു കാര്യം ചെയ്യട്ടെ ഗീസൽ, എനിക്ക് നിൻ്റെ വിശ്വാസമാണ്, ഞാൻ ആ താക്കോൽ പതുക്കെ അവിടെ അടുത്ത് വെച്ചേക്കാം, നീ എടുത്ത് തുറന്ന് ബാത്റൂമിൽ പോയി തിരിച്ച് കയറിയിട്ട് പൂട്ടിയിട്ട് അവിടെ കിടന്നോ. പറയാം ഞാൻ കള്ളനാണ്, ഞാൻ ഓടിപ്പോവും, ഞാൻ അകത്ത് പോയി കിടന്ന് ഉറങ്ങിയാലോ എന്ന് പറയാം. അത് റൂൾ ബ്രേക്കാണെന്ന് പറയാം. എന്നാലും നീ ഫുള്ളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണോ എന്നൊക്കെ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്നും പറഞ്ഞിട്ടല്ല, ജയിൽ ടാസ്ക് കഴിയുന്നവർ അവിടെ നിൽക്കണം, അതാണ് ക്യാപ്റ്റൻ ചെയ്യേണ്ടതെന്ന് പറയട്ടെ. പിന്നെ ജയിലിൽ ഇങ്ങനെ കാണിക്കും. പിന്നെ ജയിലിൽ കയറി കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. ഇങ്ങനെ സെക്കൻഡ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, എന്തൊരു കഷ്ടം, ഉറങ്ങാനും പറ്റില്ല, ഫുള്ളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവിടെ കിച്ചണിൽ അവർ പറയും അതുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ശാരിക എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു, എന്തെങ്കിലും അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇനിയും കൂടിക്കൂടി വരുമെന്ന് പറഞ്ഞു. അത് പ്രത്യേകിച്ച് ഷാനവാസ് പ്രത്യേകിച്ച് ആ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തതും പിന്നെ ഇവരുടെ റൂള് തെറ്റിച്ചതും അതാണ് രണ്ടുപേർക്കും പ്രശ്നമായത്. ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട്, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, പറഞ്ഞിട്ട് എന്താ കാര്യം, അവരൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒനിയിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് അനുവും ശൈത്യം കൂടെ സംസാരിക്കട്ടെ.
ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേടി, ഞാൻ അത് കരഞ്ഞോണ്ടാണ് കഴിച്ചത്. ഷാനവാസ് ഇങ്ങനെ ഇത്രയും വന്ന് വഴക്ക് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും എതിരായിട്ട് വന്നു. നീയും മറ്റേ വേറെ ആയിരിക്കും 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ഇങ്ങോട്ട് വരുമായിരുന്നു. അക്ബറും മറ്റേ ആദില, നൂറ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിത്തിരി വൈകിയെന്നല്ലേ ഉള്ളൂ, അതിന് ഇത്രയും ബഹളമൊക്കെ വെക്കണോ? ഞാൻ ആദ്യം അപ്പം മറ്റേ ശൈത്യം പറയും, അതല്ല എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവം ഉണ്ടായത്. എന്നെ ആദ്യം തള്ളി പറഞ്ഞ എല്ലാവരും ഈ പ്രാവശ്യം എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ ഈ ദിവസം മറക്കില്ല എന്നൊക്കെ പറയട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിന്നിനെ പറ്റി ഈ അക്ബർ ഫുൾ ഇതുപോലെ പാരഡി പാട്ട് പാടുക, കുത്തിത്തിരുപ്പിൻ്റെ രാജകുമാരി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിനെ പറ്റിയിട്ട് പാട്ടൊക്കെ പാടണേ. എല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ ഒനിയിൽ ബിന്നി ഈ ഒനിയിലെ കാണുമ്പോൾ നമുക്കൊരു സീരിയൽ കില്ലറിൻ്റെ പോലെ ഇല്ലേ, കണ്ണൊക്കെ ചുമന്നിട്ട് അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയില്ലേ, എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും എന്നൊക്കെ പറയട്ടെ. എന്നിട്ട് ജയിലിൽ മറ്റേ ഗിസയിൽ പറഞ്ഞിട്ട് ബിഗ് ബോസ് പ്ലീസ്, ബിഗ് ബോസ് മതിയായി പ്ലീസ്, എന്താണ് ക്യാൻസൽ കരോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഗിസയിൽ പറയാണ് ബിഗ് ബോസിനടുത്ത്. അതിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങി, ഗിസയിലും ഉറങ്ങി, നമ്മുടെ ഒനിയിലും ഉറങ്ങി. അപ്പോൾ ആദിലയും ശരിയൊക്കെ വന്നിട്ട് ഗിസയിൽ എനിക്ക് ടാസ്ക് ചെയ്യണ്ടേ, അപ്പോൾ ഇപ്പം തന്നെ 6 hours ആയി, ഇനി മതി, അത്രയും ചെയ്താൽ മതിയാവും, അത്രയും ചെയ്താൽ പോരാ, പക്ഷെ ഞങ്ങളതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക്, അതനുസരിച്ച് ഒരു 1 hour ഉറങ്ങിയിട്ട് പിന്നെ ബാക്കി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ശരി, നിങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് കിടന്നാണോ? ഓക്കെ, ഞങ്ങളോർത്ത് ഇനിയിപ്പം അറിയാതെ ഉറങ്ങിപ്പോയതാണോ എന്ന് വിചാരിച്ച് വന്ന് വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അത്രയാണ് ഇന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇത് എലിമിനേഷനിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ ഉള്ളത്, നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നാളെ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല, അതിൻ്റെ തീരെ ഒന്നും കാണിച്ചിട്ടില്ല. എന്തായാലും അതിനുള്ള റിസൾട്ട് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ വന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചത്, പ്രിവ്യൂ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ Day 20 വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് Day 20 വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.